തപസ്സും ശ്രദ്ധയും. തപസ് എന്നുള്ളത് വളരെ വിപുലമായ സംജ്ഞയാണ്. ശുദ്ധീകരണത്തിന്, സംശോധനത്തിന് ചെയ്യുന്ന എല്ലാ ചര്യകളും തപസ്സാണ്. ഇനി കുറച്ചും കൂടി നമ്മൾ ചിന്തിച്ചാൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത സമ്പാദനത്തിന് എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെ തപസ്സാണ്. മനസ്സശ്ചേന്ദ്രിയാണാം ച ഹൈകാഗ്ര്യം പരമം തപഃ എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞതിനെ ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ പല സന്ദർഭങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സശ്ചേന്ദ്രിയാണാം ച, മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഹൈകാഗ്ര്യം, ഏകാഗ്രതയെ നേടുക എന്നുള്ളതാണ് തപസ്. ആ തപസ്സിനെ തന്നെ നമുക്ക് ശാരീരികം, വാചികം, മാനസികം എന്നൊക്കെ തരംതിരിക്കാം. ഇത് വളരെ വിശദമായി ഗീതയിൽ ചർച്ച ചെയ്യുന്നു, വളരെ വിശദമായിട്ട്. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാ ച ശാരീരം തപ ഉച്യതേ. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരീതി ഇത്യേതത് തപോ മാനസമുച്യതേ. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയ സ്വാധ്യായ അഭ്യസനം ചെയ്വ വാങ്മയം തപ ഉച്യതേ എന്ന് ശരീരം കൊണ്ട് ചെയ്യേണ്ട, മനസ്സുകൊണ്ട് ചെയ്യേണ്ട, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സുകളെ വേർതിരിച്ച് പറയുന്നു. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പം ജീവിതത്തെ തപോനിഷ്ഠമാക്കി ചിത്തശുദ്ധിക്കായിക്കൊണ്ട്, ഏകാഗ്രതയ്ക്കായിക്കൊണ്ട്, തത്വജ്ഞാനത്തിനായിക്കൊണ്ട് തൻ്റെ സാധനാ ജീവിതത്തിൽ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി തപസ്സനുഷ്ഠിച്ച് കഴിയുന്നവർ യാവരാണോ പോരാ, ശ്രദ്ധായുക്തന്മാരായി കഴിയുന്നത്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരുശാസ്ത്രങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ. ഗുരുവാക്യത്തിലും ശാസ്ത്രവാക്യത്തിലുമുള്ള സത്യത്വ ബുദ്ധി. കൃതാർത്ഥന്മാരായ ഋഷീശ്വരന്മാർ എന്ത് പറഞ്ഞോ അതെല്ലാം അഹൈതുകമായ കൃപ കൊണ്ട്, സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞോ അത് അസത്യമല്ല, അത് സ്വാനുഭവത്തിൽ നിന്ന് അവർ ദൃഢമായി പറഞ്ഞതാണ്, അതുകൊണ്ട് അത് സത്യമാണ്. അതുപോലെ ഗുരുനാഥൻ കൃതാർത്ഥനാണ്. കൃതാർത്ഥനായ ഗുരുനാഥന് മറ്റെന്തിനെങ്കിലും വേണ്ടി ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്ത് ഉപദേശിക്കുന്നുണ്ടോ അത് ശരിയാണ് എന്ന സത്യത്വ ബുദ്ധി, അതാണ് ശ്രദ്ധ. ഈ ശ്രദ്ധയോടുകൂടി ശ്രവിക്കണം. ശ്രവിച്ചു കഴിഞ്ഞാൽ യുക്തി വിചാരം ചെയ്യണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രവണാനന്തരം മനനം വരുന്നു. മനനം യുക്തിപൂർവകമായ വിചാരമാണ്.